അഗാത്ത ഓളലോ ഡയറക്ടഡ് ബൈ ജാക്ക്. മാർവലിന്റെ സ്ഥിരം പരിപാടി പോലെ തന്നെ കണ്ടമാനം ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാനിപ്പം ഡയറക്ടർമാരുടെ പേര് മൊത്തം പറഞ്ഞു തരിക, ഏതെങ്കിലും ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഡയറക്ടറുടെ പേര് പറഞ്ഞതാണ്. ഞാൻ അങ്ങനെയാണല്ലോ തുടങ്ങല്, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ സീരീസ് ഒരു യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാത്ത സീറോ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് ഇത് കാണാൻ തുടങ്ങിയത്. കാരണം അങ്ങനത്തെ സാധനങ്ങളാണ് ഇതുവരെ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ലോക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ വെബ് സീരീസ്, പക്ഷേ ഇയാൾക്ക് മിസ് മാർവലൊക്കെയാണ് ഇവരെ സാധനങ്ങൾ മാർവലിന്റെ. അപ്പൊ അങ്ങനെ ഒരു പേടിയോട് കൂടിയിട്ട് ഇരുന്ന് കണ്ടതാണെന്നുണ്ടെങ്കിലും നല്ലൊരു വെബ് സീരീസ് ഇൻ ദി സെൻസ് 2 എപ്പിസോഡ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നല്ലൊരു സ്റ്റാർട്ടിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ കൊണ്ടുപോയി മാർവൽ ഉടക്കം എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട കാര്യമാണ്. പക്ഷെ ഈ 2 എപ്പിസോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സത്യം പറയാം, അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മാർവലിന്റെ ഒരു ക്വാളിറ്റി നിലനിർത്തിയിട്ട് തന്നെയാണ് 2 എപ്പിസോഡ് പോയിട്ടുള്ളത്. ഞാൻ തീരെ ബോറടിച്ചിട്ടില്ല. സാധാരണ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സ്ലോലി പോകുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് സിനിമനെക്കാളും സ്പീഡിലാണ് ഇത് പോയത് ഈ 2 എപ്പിസോഡ്. പ്രത്യേകിച്ച് ആദ്യത്തെ എപ്പിസോഡൊക്കെ കഴിയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്തെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിന്റെ അത്രയും സ്പീഡിലല്ല പോകുന്നുണ്ടെങ്കിലും ബട്ട് സ്റ്റിൽ അതൊരു സിനിമനെക്കാളൊക്കെ സ്പീഡിൽ തന്നെ പോകുന്നത്. അപ്പോൾ ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ ഇവർ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇത് 2021 ഇറങ്ങിയിട്ടുള്ള ബാണ്ടാവിഷന്റെ ഇത് മാർവൽ കോമിക്സിലുള്ള ക്യാരക്ടറാണ് അഗാത്ത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ ബാണ്ടാവിഷന് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് 2021 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ വെബ് സീരീസ് ഉണ്ടല്ലോ ബാണ്ടാവിഷനായിട്ട് കണക്ട് ചെയ്തിട്ട് കുറെ ഡീറ്റെയിലിംഗ് ഇതിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഏതോ സ്പിൻ ഓഫ് എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് പ്രീക്വലോ സീക്വലോ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതേപോലത്തെ ഒരു വെബ് സീരീസ് തന്നെയാണ് ഇത് അഗാത്ത ഓളലോങ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളത് കാണണം എന്നുള്ളത് തന്നെയാണ്. കാരണം അത് ഇനി ഇപ്പൊ ഒരു 2-3 ഡയലോഗ് ആയിട്ട് വാണ്ടാവിഷന്റെ ഒരു വെബ് സീരീസിനായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിനായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിൽ സംസാരിക്കണുള്ളൂ. ഒരു 1-2 ഡയലോഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഇനിയും ബാക്കി എപ്പിസോഡുകൾ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാക്കി സീസണുകളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മൊത്തത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കണ്ടിരിക്കേണ്ടി വരും. കാരണം അങ്ങോട്ടാണ് ഈ വെബ് സീരീസ് പോകുന്നത് എനിക്ക് നല്ല മനസ്സിലാക്കണം. അതുകൊണ്ട് പറയണം, വാണ്ടാവിഷനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 എപ്പിസോഡ് കാണാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 1-2 ഡയലോഗ് ആയിട്ട് മനസ്സിലാവാതെ പോകുള്ളൂ. പക്ഷെ ഇത് ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വാണ്ടാവിഷന്റെ ആ ഒരു വെബ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. പിന്നെ എനിക്ക് ഇതിൽ ഒരു ഇഷ്ടപ്പെടാതെ പോയ ഒരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഗാത്ത എന്ന് പറഞ്ഞ ഈ റോൾ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. മൂപ്പത്തേര് പെർഫോമൻസ് നല്ലതാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അത്യാവശ്യ സമയങ്ങളിൽ ക്രിഞ്ച് ആക്കിയിട്ടില്ല, അതിന് കുറെ എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ മാർവലിന്റെ കാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏത് പൊട്ട ക്യാരക്ടർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അഭിനയിക്കുന്ന ആൾക്കാർ പൊതുവെ കുറച്ചൊന്ന് ഒക്കെ വേഗം സിമ്പിൾ ആയിട്ട് ചെയ്തു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു അഗാത്ത എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അത്ര കണ്ട് നന്നായിട്ട് ചെയ്ത് ആ റോള് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ ചിലപ്പോൾ ഞാൻ ഇതൊക്കെ തിരുത്തി പഠിപ്പിക്കുമായിരിക്കാം. പക്ഷെ ഇത് ഈ 2 എപ്പിസോഡിൽ ആ ഒരു സംഭവങ്ങൾ ചില സമയത്ത് നല്ലതാണ്, പക്ഷെ കൂടുതൽ സമയത്ത് നല്ല ക്രിഞ്ച് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് മൂപ്പത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഭാഗം ഒന്ന് കുറച്ച് നന്നാക്കാമായിരുന്നു എന്നുള്ളത് തോന്നി. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ മേക്കിങ്, പ്രത്യേകിച്ച് രണ്ടാമത്തെ എപ്പിസോഡിൽ ഒരു വിച്ചർ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് റോഡാണ്. അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലണ ഒരു ആ സമയത്തുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് അവർ മാർവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർവൽ എന്ന് വെച്ചാൽ ഒരു മേക്കിംഗ് അത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്, നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. അത് മാർവലിന്റെ നിലവാരത്തിലുണ്ട്. മനസ്സിലായില്ലേ? മാർവലിന്റെ നിലവാരം ഒരു വെബ് സീരീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, പ്രത്യേകിച്ച് രണ്ടാമത്തെ എപ്പിസോഡിൽ. കാരണം VFXന്റെ സൈഡിൽ വന്നിട്ട് മാർവലിനെ പൊട്ടിക്കാൻ ആരുമില്ല. അത് മാർവലിന് ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതേപോലത്തെ നല്ലൊരു സ്റ്റോറി എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുക തന്നെ 2 എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളത്. കുറെ ഒരു മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. മനസ്സിലായില്ലേ? ഇതിന് പിന്നെ ഒരു പവർലെസ് ആയിട്ടാണ് പകാത്തായിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, കഥ ഞാൻ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഈ പവറിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ 2 എപ്പിസോഡിൽ പറയുന്നത്. മനസ്സിലായില്ല? ഇനി കൂടുതൽ വരും. പിന്നെ ഭയങ്കര സംശയങ്ങളുണ്ട്. അത് നല്ല രസമാണത്. കാരണം ഓരോ സ്ഥലത്ത് ഇതെന്താ ഈ പെണ്ണിന് കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ പെണ്ണെന്താ അങ്ങനെ ഫുള്ളൊരു നമുക്ക് തന്നെ സംശയം. അങ്ങനെ ശരിക്കും അങ്ങനെയാണ് വെബ് സീരീസുകൾ പോകേണ്ടത്. അപ്പൊ ശരിക്ക് ഒരു 5-6 എപ്പിസോഡ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമായിരുന്നു. പക്ഷെ 2 എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഡെഫിനറ്റ്ലി 3ാമത്തെ എപ്പിസോഡ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വെബ് സീരീസിന് നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓബിയസ്ലി ഒരു കുറെ മിക്സ്ഡ് റെസ്പോൺസ് ആണ് വരുന്നത്. പക്ഷെ എനിക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും. അത്യാവശ്യമല്ല, ഒരു നല്ല വെബ് സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഇനി ഞാൻ പറഞ്ഞ പോലെ അവസാനം വെച്ച് കൊണ്ടേ ഉടക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷെ ബട്ട് സ്റ്റിൽ ഈ ഒരു സമയം വരെ 2 എപ്പിസോഡ് ഇറങ്ങി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് 2 എപ്പിസോഡ് കണ്ടു കഴിയുന്ന സമയത്ത് 3ാമത്തെ 4ാമത്തെ എപ്പിസോഡിലൊക്കെ എന്താണ് വരാൻ പോകുന്നുള്ള ഒരു പ്രൊഡിക്ഷൻ നമുക്ക് കിട്ടൂല. ഈ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് കിട്ടുമായിരിക്കാം. ഞാൻ അഗാത്തന്റെ ക്യാരക്ടറിന്റെ ഡീറ്റെയിലിംഗ് ഉള്ള ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അത് വായിച്ചിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. എനിക്കത് മനസ്സിലായിട്ട് ഞാൻ വായിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, മാർവൽ ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം കുറെ മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ പ്ലസ് മിസ്റ്ററി ത്രില്ലറിനൊക്കെ അവകാശപ്പെടാൻ പറ്റിയ സംഭവങ്ങളിൽ കൂടെ പോകുന്ന ഒരു വെബ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കണ്ടു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ അതന്നെ പറയാനുള്ളത്. കാരണം 2 എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളൂ. പെർഫോമൻസ് മാത്രമാണ് അഗാത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ള പൊന്നിന്റെ പെർഫോമൻസ് ആണ് ഇത് കുറച്ചൊന്ന് വെബ് സീരീസിന്റെ ബാക്കിലേക്ക് വലിക്കണതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് നല്ല തുടക്കം. ഇത് ഇവർക്ക് കീപ്പ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ മോശം വെബ് സീരീസുകൾ ഇറക്കണ മാർവലിനെ ലോക്കിന്റെ ഒപ്പം എടുത്താക്കാൻ പറ്റിയ നല്ലൊരു വെബ് സീരീസ് ആയിട്ടാണ് ഇത് മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
സോ നിങ്ങൾ വെബ് സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഓഫ്.